ജനുവരി 26 വെള്ളിയാഴ്ച, റിപ്പബ്ലിക് ദിനം. ലൂക്ക 10:1 മുതൽ 9 വരെ വാക്യങ്ങൾ. വടക്കൻ കൊറിയയിൽ ഒരാൾ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പെർമിറ്റ് എടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. എന്താ കാര്യം? നിനക്ക് ഇവിടെ സന്തോഷമില്ലേ? പോലീസുകാരൻ ചോദിച്ചു. എനിക്ക് പരാതിയൊന്നുമില്ല, അദ്ദേഹം മറുപടി പറഞ്ഞു. നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾ തൃപ്തനല്ലേ? എനിക്ക് പരാതിയില്ല. ജീവിത സാഹചര്യങ്ങളിൽ താങ്കൾക്ക് അതൃപ്തിയുണ്ടോ? അതിലും പരാതിപ്പെടാൻ ഇല്ല. പിന്നെ നീ എന്തിനാണ് പടിഞ്ഞാറോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്? അപ്പോൾ അയാൾ പറഞ്ഞു, അവിടെ എനിക്ക് പരാതിപ്പെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ന് നമ്മൾ ഇന്ത്യക്കാർ ജനാധിപത്യത്തിൻ്റെ ഉത്സവമായ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നു. പതാക ഉയർത്തൽ, പ്രസംഗങ്ങൾ, ജാഥകൾ തുടങ്ങിയ പരിപാടികളോടെയാണ് ഈ ദിവസം ചെലവഴിക്കുന്നത്. ദേശഭക്തി ഗാനങ്ങൾ വായുവിൽ നിറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ദേശീയ പരമാധികാരം നേടിയതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും നാം ചിന്തിക്കുന്നു. 1950 ഇന്ത്യൻ ഭരണഘടന പ്രാബല്യത്തിൽ വന്ന ദിവസത്തെ ആദരിക്കുന്നതിനായിട്ടാണ് വർഷം തോറും ജനുവരി 26 ഇന്ത്യയിൽ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുന്നത്. കൊളോണിയൽ ഭരണത്തിൽ നിന്ന് പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കിലേക്കുള്ള പരിവർത്തനത്തെ പ്രതീകപ്പെടുത്തുന്ന രാജ്യത്തിൻ്റെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് ഇത്. ഒരു റിപ്പബ്ലിക്കിലേക്കുള്ള ഇന്ത്യയുടെ യാത്ര അത്ര വേഗമേറിയതായിരുന്നില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നേതാക്കളുടെ വർഷങ്ങളായുള്ള പോരാട്ടത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും പരിസമാപ്തിയായിരുന്നു അത്. ഏകദേശം 200 വർഷത്തോളം നീണ്ടുനിന്ന ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണം 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതോടെ അവസാനിച്ചു. സമഗ്രവും ജനാധിപത്യപരവുമായ ഒരു ഭരണഘടനയുടെ ആവശ്യകത ഭരണഘടനാ അസംബ്ലിയുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഡോക്ടർ B.R. അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെ അടിത്തറയായി മാറുന്ന നിയമചട്ടക്കൂട് രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഇന്ന് തിരുസഭ വിശുദ്ധരായ തീത്തോസിൻ്റെയും തിരുനാൾ ആഘോഷിക്കുന്നു. തിമോത്തി ഒരു ഗ്രീക്ക് പിതാവിൽ നിന്നും യൂനിസ് എന്ന പേരുള്ള ഒരു യഹൂദ അമ്മയിൽ നിന്നും ജനിച്ച വ്യക്തിയാണ്. ഒരു മിശ്ര വിവാഹത്തിൻ്റെ ഫലമായി ജനിച്ചതുകൊണ്ട് യഹൂദന്മാർ അവനെ ഒരു രണ്ടാംകിട പൗരനായിട്ടാണ് കണക്കാക്കിയത്. ഏകദേശം 47-ാം ആണ്ടോടെ പൗലോസിനാൽ മാനസാന്തരപ്പെട്ട തിമോത്തി പിന്നീട് അപ്പസ്തോലിക പ്രവർത്തനത്തിൽ അവനോടൊപ്പം ചേർന്നു. പൗലോസിനോടൊപ്പം പ്രവർത്തിച്ച 15 വർഷത്തിനിടയിൽ അവൻ
പൗലോസിൻ്റെ ഏറ്റവും വിശ്വസ്തനും സത്യസന്ധനുമായ സുഹൃത്തുക്കളിൽ ഒരാളായി മാറി. പൗലോസിൻ്റെ വീട്ടുതടങ്കലിൽ സമയത്ത് റോമിൽ അവനോടൊപ്പം തിമോത്തിയോസും ഉണ്ടായിരുന്നു. ചില സമയങ്ങളിൽ തിമോത്തി തന്നെ തടവിലുമായിരുന്നു. എഫേസസ് പള്ളിയിൽ പൗലോസ് തിമോത്തിയോസിനെ തൻ്റെ പ്രതിനിധിയായി അയച്ചു. തിമോത്തി ഒരു വലിയ ഇടയനെ പോലെയാണ് അറിയപ്പെടുന്നത്. സഭാചരിത്രമനുസരിച്ച് തിമോത്തി എഫെസസിലെ ആദ്യത്തെ ബിഷപ്പായിരുന്നു. പൗലോസിൻ്റെ അടുത്ത സുഹൃത്തും ശിഷ്യനും മിഷണറിയുമായിരുന്നു ടൈറ്റസ്. അവൻ ഗ്രീക്ക് വംശജനായിരുന്നു. അന്ത്യോക്യയിൽ നിന്നാണ് ടൈറ്റസ് വരുന്നത്. ടൈറ്റസ് ഒരു വിജാതീയനായിരുന്നുവെങ്കിലും യെരൂസലേമിൽ വെച്ച് അവനെ നിർബന്ധിച്ച് പരിച്ഛേദന ചെയ്യാൻ പൗലോസ് അനുവദിച്ചില്ല. നല്ല ഒരു ഭരണാധികാരിയും സമാധാനപ്രിയനും മികച്ച സുഹൃത്തായും ടൈറ്റസ് കാണപ്പെടുന്നു. കൊറിന്തോസുകാർക്കുള്ള പൗലോസിൻ്റെ രണ്ടാമത്തെ ലേഖനത്തിൽ ടൈറ്റസുമായുള്ള സൗഹൃദത്തിൻ്റെ ആഴത്തെക്കുറിച്ചും സുവിശേഷം പ്രസംഗിക്കുന്നതിൽ അവർക്കുണ്ടായിരുന്ന മഹത്തായ കൂട്ടായ്മയെക്കുറിച്ചും ഉൾക്കാഴ്ച നമുക്ക് ലഭിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സദ്വാർത്ത പ്രസംഗിക്കാൻ അപ്പോസ്തലന്മാർ കാണിച്ച അതേ തീക്ഷ്ണത നമുക്കും ഉണ്ടാകട്ടെ എന്ന് ഇന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.